ആർക്കാണ് ദൈവം കാവൽക്കാരനാകുന്നത്? ആരുടെ കാലാണ് വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കാത്തത്? ആരെയാണ് ആർക്കും ഉപദ്രവിക്കാൻ പറ്റാത്തത്? ആരുടെ വ്യാപാരങ്ങളെയാ കാത്തുകൊള്ളുന്നത്? ആരുടെ ജീവനാ സംരക്ഷിക്കുന്നത്? ആരെയാണ് ദൈവം ഇതുപോലെ സൂക്ഷിക്കുന്നത്? ആരെയാണ് ഉപദ്രവിക്കാൻ പറ്റാതാകുന്നത്? ആരുടെ കാല് വഴുതാനാ ദൈവം സമ്മതിക്കാത്തത്? ഇത് 121 സങ്കീർത്തനമായി ഇങ്ങനെ എഴുതിയെങ്കിൽ ഇതിൻ്റെ കാരണം ഈ അധ്യായത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാ കാരണവും നീ നല്ല സമയം അനുവദിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഏറ്റവും മുമ്പിലുള്ള ഒരാൾ മുതൽ ഏറ്റവും പിറകിലും എല്ലാ ഭാഗത്തുമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏറെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളൊക്കെ അടയ്ക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. നല്ല തമ്പുരാൻ നമ്മുടെ മനസ്സിൻ്റെ വേദനയുടെ ആഴം അറിയുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പിറകിലും നിൽക്കുന്ന ഒരാൾക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ കൃപയും അനുഗ്രഹവും ഇന്ന് എനിക്ക് തരണമേ. അങ്ങയുടെ ശ്രേഷ്ഠമായ കൃപയും അനുഗ്രഹവും ഇന്ന് എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്തിട്ടും പരാജയമാണ്. ഒന്നിനു പുറകെ ഒന്നായി രോഗമാണ്. പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. വീടിനകത്തൊരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. എല്ലാ കാര്യത്തിനും ഒരു തടസ്സമാണ്. ഒരു നന്മയും അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ ആ വിഷയത്തെ എല്ലാം സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ജീവിതത്തിൽ മനസ്സ് തളർന്നവരും പരാജയപ്പെട്ടവരുമുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ തോറ്റുപോയവരുണ്ട്. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്ന എല്ലാവരിലും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും അനുഭവിക്കാൻ ഇടയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ഇവിടെ നിയോഗിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ നശിച്ചു പോകും, രക്ഷപ്പെടത്തില്ല, നിനക്കൊരു ഭാവിയില്ല എന്നൊന്നും പ്രസംഗിക്കാനല്ല. എന്നെ ദൈവം ഇവിടെ നിയോഗിച്ചത് ഇങ്ങനെ പറയാനാണ്. ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തും, ദൈവം നിന്നോട് ക്ഷമിക്കും, ദൈവം നിന്നോട് കരുണ കാണിക്കും. ഇതൊക്കെ വാക്കുകളിലൂടെ പറഞ്ഞ് തളർന്നുപോയ ഒരാളെ ജീവിതത്തിൽ ബലപ്പെടുത്താനാണ്, പ്രതീക്ഷയോടെ മുന്നോട്ട് നയിക്കാനാണ് എന്നെ ദൈവം ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിലും എല്ലാം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അല്പം യാചനാപൂർവം പിടിച്ച് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ഇവിടെ നടക്കുവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ഇവിടെ നടന്നിടുവാൻ
അത് വളരെ വളരെ സ്പീഡിൽ പാടാതെ അത് വളരെ സ്ലോയിൽ അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി ഏറ്റവും ആഗ്രഹത്തോടെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങളും അത്ഭുതങ്ങളും നടന്ന് അതിശയം ഇവിടെ നടന്നിടുവാൻ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ഇവിടെ നടന്നിടുവാൻ. എല്ലാവരും പറയുമോ? ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ഇവിടെ നടന്നിടുവാൻ. ആദിയിലെന്ന ആത്മാവേ അധിക ബലം തരണേ. പറയാമോ? ആദിയിലെന്ന ആത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പറയുമോ? ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വെൺമഴയെ വീണ്ടും അയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. എല്ലാവരും ചേർന്ന് ആ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊക്കെ അടച്ച് അല്പം ഉയർത്തിപ്പിടിച്ച് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ഇവിടെ നടക്കണം. ഇവിടെ നമ്മളുടെ ആ നിയോഗം വെച്ചുള്ള പ്രാർത്ഥനയിൽ സംഭവിക്കണം. ഇന്നെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. ഉപവാസത്തിൻ്റെ 7 ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വെള്ളിയാഴ്ചയാണിത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ചില ക്ഷീണവും ചില മടുപ്പും ഒക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ബലിയായി ഒരു കാഴ്ചയായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ഇതേപോലെ തന്നെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ഇവിടെ നടക്കുവാൻ അതിശയം ഇവിടെ ശബ്ദമുയർത്തി അത് ആഗ്രഹിച്ച് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ഇവിടെ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ വേദന ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് അറിയാം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ 2 കരങ്ങളും നീട്ടി ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം തരണമേ, ശ്രേഷ്ഠമായ കൃപ എനിക്ക് തരണമേ, ശ്രേഷ്ഠമായ സൗഖ്യം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ നമുക്കെല്ലാവർക്കും ഒന്നിരിക്കാം.
ഹല്ലേലൂയ. നമ്മളുടെ മെയ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന്. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരാഴ്ചയാണ്. ജൂൺ മാസം കുട്ടികൾ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഒരു സമയമാണ്. ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയായിരുന്നിട്ടും ഒത്തിരി ആളുകൾ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആലയത്തിൽ വന്നിട്ടുണ്ട്. നന്ദിയോടും സ്നേഹത്തോടും എല്ലാവരെയും ബഹുമാനത്തോടുമാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവരാണ്. ആ ഒരു ദൈവ പദ്ധതി ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളിവിടെ വരാൻ കാരണം. ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പം, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പം നമുക്ക് ആഗ്രഹിച്ചാൽ നമുക്ക് പോകാൻ പറ്റും. ചില സ്ഥലത്ത് നമ്മൾ ആഗ്രഹിക്കുകയും വേണം, ദൈവം അത് അനുഗ്രഹിക്കുകയും ചെയ്താലേ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചില ദൈവാനുഗ്രഹം കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മളെക്കുറിച്ച് ദൈവം കൂടി ആഗ്രഹിച്ചാലേ ആ സ്ഥലത്തെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തേലും ഒരു കാരണത്താൽ അവിടെ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോകും. നിങ്ങൾക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നല്ല ആഗ്രഹം കൊണ്ടായിരിക്കും. നിങ്ങളെക്കുറിച്ച് ദൈവവും ഇത് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. മറ്റെവിടെയും കാണാത്ത നല്ല പ്രത്യേകതയുണ്ട് നിങ്ങളിൽ ഓരോരുത്തരിലും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന, ആരാധന, പാട്ട് സാധാരണയേക്കാൾ കൂടുതൽ സ്നേഹത്തോടും സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടെയാണ്. അത് തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരടയാളമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുവാണ്, വചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിനും സ്ഥാനമുണ്ട്. വചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ അവിടെ ക്ഷമയ്ക്കും സ്ഥാനമുണ്ട്. വചനത്തിന് സ്ഥാനമുണ്ടോ, അവിടെ ഒരു സ്നേഹത്തിന് സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം. ചില ആളുകൾ, പിള്ളേർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിഷമം തോന്നും. ഞങ്ങളുടെ പപ്പായും മമ്മിയും തമ്മിലുള്ള വഴക്കുകളൊക്കെ മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് വലിയ അറിവുള്ള പിള്ളേരൊന്നും അല്ല ഇത് പറയുന്നത്. വലിയ പ്രായമൊന്നുമില്ലാത്ത, എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള മക്കൾ പറയുവാണ്, ഞങ്ങളുടെ പപ്പായും മമ്മിയും എന്നും വഴക്കാണല്ലോ, എന്നും ഉപദ്രവമാണല്ലോ. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ വീട്ടിൽ തമ്മിലുള്ള വഴക്കുകൾ കൂടിക്കൂടി വരരുത്, അത് കുറഞ്ഞു കുറഞ്ഞു വരണം. ദൈവവചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ ആ വഴക്കുകൾ മാറാൻ തുടങ്ങും. വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുക. പല വീടുകളിലെയും വഴക്കുകൾ അയൽവാസികൾ കേൾക്കുന്നുണ്ട്. അവരെന്നിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഹോ, ആ വീട്ടിലെന്നും ഈ വഴക്കാണല്ലോ, ആ പിള്ളേരൊക്കെ എന്നും കരച്ചിലാണല്ലോ. നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ അപ്പുറത്തൊരാൾ അറിയാനും കേൾക്കാനും ഇടയാകാതിരിക്കട്ടെ. നിങ്ങളുടെ വഴക്കുകൾ, ശത്രുത, ദേഷ്യം, തെറി പറയുന്നത് മക്കൾ കേൾക്കാൻ ഇടയാകരുത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വഴക്കുണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷെ അതെല്ലാം അത് പരിഹരിക്കേണ്ട രീതിയിൽ തന്നെ പരിഹരിക്കാൻ ഇടവരട്ടെ. രണ്ടാമത്, നമ്മളിലെല്ലാവരും പ്രാർത്ഥിക്കാൻ, ദൈവമേ മാരകമായ രോഗങ്ങളൊന്നും വരാതെ എന്നെയും എൻ്റെ വീട്ടിലുള്ളവരെയും അങ്ങ് സൂക്ഷിക്കണമേ. എന്തെന്ന് പറയാൻ കാരണം എന്നറിയാമോ? വാട്സപ്പിൽ ഒരു നേഴ്സ്
ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഒരു കൊച്ചിനെ എടുത്ത് ഫോട്ടോ എടുത്തിരിക്കുവാണ്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുവാണ്, ഈ കൊച്ചിന് ക്യാൻസറാണ്, 4th സ്റ്റേജും കഴിഞ്ഞു, ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒന്നും അറിയാറായൊരു കൊച്ചല്ല. നമ്മളിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളിൽ, ഞങ്ങളുടെ വീട്ടിലുള്ളവരിൽ, ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കും മാരകമായ ഒരു രോഗവും വരാൻ അനുവദിക്കരുതേ. ഞങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകി ഞങ്ങളുടെ ശരീരത്തിന് സംരക്ഷണം തരണമേ. പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ ഞാനിത് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കല്ല്. ഇതെല്ലാ ദിവസവും പ്രാർത്ഥനയാണ്, ആവശ്യമാണ്. കാരണം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതം നാളെ എന്താണ്, നാളെ കഴിഞ്ഞെന്താണ്, അടുത്ത ആഴ്ച എന്താണ്, അടുത്ത മാസം എന്താണ്, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒന്നാമത്തെ കാര്യമാണ്, കർത്താവേ ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, 5 പേരുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം 100 പേരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലാർക്കും ആപത്തോ അപകടങ്ങളോ ദുർമരണങ്ങളോ ശാരീരിക രോഗങ്ങളോ മാനസിക രോഗങ്ങളൊന്നും വരാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും സംരക്ഷിക്കണമേ. ഈ ഉപവാസത്തിൻ്റെ 7 ദിവസങ്ങളിൽ ആദ്യം ഇതൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇത് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, സീരിയസായ തരത്തിലുള്ള രോഗങ്ങളൊന്നും വരാൻ ഇടയാകല്ലേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം തരണമേ. ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണം തരണമേ. 2, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം വർദ്ധിക്കണമേ. സന്തോഷം വർദ്ധിക്കണമേ. സമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹമാണ്. വീട്ടിലെന്നും വഴക്ക്. ചില മക്കൾ പറയുന്നു, ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, എനിക്കെൻ്റെ +2 ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഇവിടം വിട്ടങ്ങ് പോകും, ഞാൻ ഹോസ്റ്റലിലിങ്ങാനൊക്കെ നിന്ന് പഠിച്ചോളും, എങ്ങനെയും പോകണം. ഈ വീട്ടിലെന്നും വഴക്കല്ലേ. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വഴക്കുകൾ തൊട്ടടുത്തുള്ള അയൽവാസി പോലും കേൾക്കാനിടയാകരുത്. നിങ്ങളുടെ മക്കൾ പോലും അത് കേൾക്കാനിടയാകരുത്. അവർ അതുകൊണ്ട് വിഷമിക്കാനിടയാകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവീകമായ സ്വസ്ഥതയും ദൈവീകമായ സമാധാനവും ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരട്ടെ. മനസ്സുകൊണ്ടത് ആഗ്രഹിച്ച്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെ മാറ്റണമേ, എൻ്റെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവ സഹായം ഉണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഒരു കരം ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു സംരക്ഷണം എല്ലാം നമുക്ക് ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിന് ആവശ്യമാണ്, പിള്ളേർക്ക് ആവശ്യമാണ്, എല്ലാം ആവശ്യമുണ്ട്. ഞാനൊരു വാക്യം വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 45-ാമത്തെ വാക്യം വായിക്കുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം. നല്ല മനുഷ്യൻ. ആ വാക്ക് എല്ലാവരും കേൾക്കുക, ഒരു നല്ല വാക്കാണ്, നല്ല മനുഷ്യൻ. നമ്മളെല്ലാവരെക്കുറിച്ചും ആ വാക്ക് പറയത്തില്ല. ഒരാൾ മരിച്ചപ്പോൾ ആൾക്കാർ പറയുക, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, പുള്ളി ഒരു നല്ല ആളായിരുന്നു. വേറൊരാൾ മരിച്ചപ്പോൾ ആൾവാസികൾ പറയുക, പുള്ളി മരിക്കട്ടെ, മരിച്ചത് നന്നായി. ആ വീട്ടുകാർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ലായിരുന്നു, ഒരു സമാധാനം ആ പിള്ളേർക്ക് കൊടുത്തിട്ടില്ല, പുള്ളി മരിച്ചത് നന്നായി. ഇത് രണ്ടും കേൾക്കും നമ്മൾ പലരും. ഒരാൾ മരിച്ചപ്പോൾ പറയുക, പുള്ളി നല്ല മനുഷ്യനായിരുന്നു, പുള്ളി പെട്ടെന്ന് മരിക്കണ്ടായിരുന്നു. ഇവിടെ ഒരു വാക്കുണ്ട്, നല്ല മനുഷ്യൻ.
നല്ല മനുഷ്യൻ എന്തു ചെയ്യും? തൻ്റെ ഹൃദയത്തിലെ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. എന്തു പുറപ്പെടുവിക്കും? നന്മ. നല്ല മനുഷ്യൻ എന്തേ തരുവുള്ളൂ? നല്ലത് പറയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ വ്യക്തി വാ കൊണ്ട് നാവ് കൊണ്ട് നെഗറ്റീവ് പറയുകയില്ല. ആമേൻ. വേറൊരാളെ നശിപ്പിക്കുന്നത് പുള്ളി പറയുകയില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല മനസ്സും നല്ലൊരു വ്യക്തിത്വവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. 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 നല്ല മനുഷ്യന് എന്തു പറയും? അവൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടും. നെഗറ്റീവ് പറയുമെന്നല്ല, നന്മ പുറപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുക. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പറയുന്നവരെയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയുവാണ്. നല്ലത് പറയാൻ നമ്മുടെ അകത്ത് ദൈവ അനുഗ്രഹം വേണം. ആമേൻ. ഇല്ലെങ്കിൽ എല്ലാത്തിനും കുറവ്, എല്ലാത്തിനും പ്രശ്നം. പല കുടുംബത്തിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു വിഷയമുണ്ട്. ഒരാൾ പറഞ്ഞ വിഷമമുള്ളൊരു വാക്ക് ഞാൻ പറയുവാണ്. അവർ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്, പക്ഷേ കാര്യമൊന്നുമില്ല. പുള്ളിക്ക് സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ പുള്ളിക്കത് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് എനിക്കും അറിയാം. പ്രാർത്ഥിക്കേണ്ടത് എന്നറിയോ? കർത്താവേ, സ്നേഹമുണ്ടെന്ന് 10,000 ബുക്കിനകത്ത് എഴുതിയിട്ട് കാര്യമില്ല. ആ സ്നേഹം കുറച്ചെങ്കിലും പ്രകടിപ്പിക്കാനുള്ള കഴിവുമുണ്ടാകണം. ആമേൻ. സ്നേഹം പ്രകടിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ഇതാ മുമ്പിൽ ഒരു കുരിശ് രൂപമുണ്ട്. ആ കുരിശ് രൂപത്തിൽ യേശുവിൻ്റെ ഒരു രൂപമുണ്ട്. അതെന്താണ് ആ രൂപം? അത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ആ കൈകാലുകൾ ആണി തറഞ്ഞിരിക്കുന്നു, ചോരപ്പാടുകൾ. എന്തിനാണ് അങ്ങനെയൊരു രൂപം പള്ളികളിൽ വയ്ക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം കുരിശിൽ പ്രകടിപ്പിച്ചതാണ്. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? സ്നേഹമുണ്ടെന്ന് വലിയൊരു പുസ്തകം എഴുതി ലൈബ്രറിക്കകത്ത് വെച്ച ആളല്ല, വലിയൊരു പ്രബന്ധം തയ്യാറാക്കിയ ആളല്ല. സ്നേഹം പ്രകടിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്നേഹം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രകടിപ്പിക്കണം. ആമേൻ. എങ്ങനെ? നല്ല വാക്കുകൊണ്ട്, നല്ല നന്മ പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയുവാണ്. നല്ല മനുഷ്യൻ ആരെയും കളിയാക്കില്ല. നല്ല മനുഷ്യൻ കളിയാക്കാൻ പോവില്ല. ആരെയും കളിയാക്കരുത്. വെറുതെ പോലും. കളിയാക്കലിൻ്റെ വേദന അനുഭവിച്ച പലരും ഇവിടെ കാണും. നല്ല മനുഷ്യൻ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ആരെയും കളിയാക്കാൻ പോവില്ല. ആരെയും പരിഹസിക്കരുത്. അവൻ അങ്ങനെ വരുമെന്ന് അറിയായിരുന്നു, ആ പിള്ളേർ അങ്ങനെയൊക്കെ ഗതി പിടിക്കുകയാലും തോന്നി, എനിക്ക് പണ്ടേ അറിയായിരുന്നു. പറയരുത്. കളിയാക്കരുത്, ആരെയും പരിഹസിക്കരുത്. നല്ല മനുഷ്യൻ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ആരുടെയും കുറ്റം പറയാൻ പോകത്തില്ല. ആരുടെയും കുറ്റം പറയാൻ, ഇനി എന്തെങ്കിലും കേട്ടാലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഭാവത്തിൽ അങ്ങ് പോയേക്കും. നമ്മളൊരു തീരുമാനം എടുക്കുവാണ്, എല്ലാത്തിനും നല്ലതാണിത്, ആരുടെയും കുറ്റം പറയണ്ട. എല്ലാവർക്കും ഉണ്ട് കുറ്റവും കുറവും. പറയാനാണെങ്കിൽ എല്ലാ ദിവസവും അത് പറയാനേ നേരമുള്ളൂ. നമ്മളിന്ന് തീരുമാനിക്കുക, നല്ല മനുഷ്യൻ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് കുറ്റം പറയുകയില്ല, കളിയാക്കാൻ പോകത്തില്ല, അവരെ പരിഹസിക്കാൻ പോകത്തില്ല, ശപിക്കാൻ പോകത്തില്ല, പ്രാകാൻ പോകത്തില്ല, വിധിക്കാൻ പോകത്തില്ല. അവൻ നല്ല നിക്ഷേപങ്ങൾ ഉള്ളിലുള്ളവൻ ഇങ്ങനെ പറയുള്ളൂ, നീ രക്ഷപ്പെട്ടു വരും, നിനക്ക് നല്ല ഭാവിയുണ്ട്, ആമേൻ,
നിന്റെ ജീവിതം ദൈവം എടുത്തുയർത്തും. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഈ രോഗ സൗഖ്യമാകും. നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. ആമേൻ. നമ്മളെ ബലപ്പെടുത്തും. ഭയങ്കര സന്തോഷം നമുക്ക് തരും. നല്ല വാക്കുകൾ നമ്മളോട് പറയുന്നവർ അകത്ത് ദൈവമുള്ളവരാണ്. ആമേൻ. അകത്ത് ദൈവമുള്ള ഒരാൾ വേറൊരാളുടെ ഇല്ലാവചനങ്ങളോ കുറ്റങ്ങളോ കണ്ടതോ കേട്ടതോ, ദൈവം അകത്തുള്ള നല്ല മനുഷ്യൻ ഒരിക്കലും രഹസ്യം പുറത്തു പറയില്ല. അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി ഇല്ലാത്തത് ഉള്ളതും പറയാൻ നിൽക്കത്തില്ല. നല്ല മനുഷ്യരാകാൻ വേണ്ടിയാണ് നമ്മളെ ഈ വചനം ദൈവം എന്ന് കേൾപ്പിക്കുന്നത്. ആമേൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എനിക്ക് വേണ്ടിയുള്ളത് കൂടിയാണ്. ഞാനും കുറേ കൂടി നല്ലതാകേണ്ടതുണ്ട്. ഞാനും കുറേ കൂടി നല്ല മനുഷ്യൻ ആകേണ്ടതുണ്ട്. എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ എഴുതിയതും ഞാൻ ഒരുങ്ങിയതും ഞാൻ പ്രസംഗിക്കുന്നതും. ഹല്ലേലൂയ. നല്ല മനുഷ്യനാകണം. ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അയൽവാസി എന്ന നിലയിൽ, മകൻ മകൾ ആരുമാകട്ടെ, നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല മനുഷ്യനാകണം. നല്ല മനുഷ്യരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 6:45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. എന്ത് പുറപ്പെടുവിക്കും? നന്മ. നല്ലതേ പുള്ളി പറയുള്ളൂ. ഈ നല്ല നിക്ഷേപത്തിനകത്തുനിന്ന് ഇങ്ങനെ പറയും തകർക്കുന്ന ഒരു വാക്ക് പുള്ളി പറയത്തില്ല. വേറൊരാളുടെ വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകുന്നത് ചെയ്യാൻ പോകത്തില്ല, പറയാനും പോകത്തില്ല. അതാണ് നല്ല മനുഷ്യൻ്റെ പ്രത്യേകത. നിങ്ങളൊരു നല്ല മനുഷ്യനായാൽ, ഒരാൾ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു നല്ല മനുഷ്യനാകുമ്പോൾ എൻ്റെ മുഖം ദൈവമുഖം പോലെ ആകാൻ തുടങ്ങും. എൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സായി അത് മാറാൻ തുടങ്ങും. എൻ്റെ അടുത്തുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ കാണാനും നല്ലത് പറയാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖം ദൈവമുഖം പോലെ ആകാൻ തുടങ്ങും. വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. അല്ലാതെ ഒരു വലിയ പുസ്തകത്തിലെ മുഴുവൻ പ്രാർത്ഥന ചൊല്ലിയാലോ, കുറേ കുശുമ്പും കുറേ അസൂയയും കുറേ ഇല്ലാവചനങ്ങളും, അവിടെ കേട്ടത് ഇപ്പുറത്ത് പറഞ്ഞു, ഇപ്പുറത്ത് കേട്ടത് അവിടെ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കുറേ പ്രാർത്ഥന ചൊല്ലി നടന്നാൽ നിനക്ക് നിൻ്റെ മുഖം, എൻ്റെ മുഖം ദൈവമുഖമാകത്തില്ല, ദൈവത്തിൻ്റെ മനസ്സുണ്ടാകത്തില്ല. നല്ല മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് വേറൊരാൾക്ക് ദോഷം വരുന്നത് ചെയ്യാൻ പോകില്ല, പറയാനും പോകത്തില്ല. വേറൊരാൾക്ക് ദോഷം വരുന്നത് ചെയ്യരുത്. ഒരാളുടെയും നന്മ മുടക്കല്, ഒരാളുടെയും നന്മ മുടക്കല്, ഒരാളുടെയും വിവാഹം മുടക്കാൻ പോകല്, ഒരാളുടെയും സ്ഥലക്കച്ചവടം മുടക്കാനും പോകല്. നമ്മളായിട്ട് നമ്മുടെ വാ കൊണ്ട് ഒന്നും മുടക്കാൻ പോകല്. ഇതെന്നാ പറയുന്നത് അറിയാമോ? നമ്മളിപ്പോൾ പറയാമെന്ന് ഓർത്തോട്ടെ, പലതും മുടക്കുന്നു, കുറേ പരിഹസിക്കുന്നു, കുറേ പേരുടെ കുറ്റം പറയുന്നു, അവിടെ കേട്ടത് അപ്പുറത്ത് പോയി പറയുന്നു, അപ്പുറത്ത് കേട്ടത് ഇപ്പുറത്ത് പോയി പറയുന്നു, അതും ഇതുമൊക്കെ വായി തോന്നുന്നു. എല്ലാം പറയുമ്പോൾ പിശാചിന് കയറി വരാനുള്ള ഒരു വലിയ വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങളിലുള്ള പൈശാചിക സ്വാധീനമാണ് മുറുകി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തിന്മ പറയല്. ഒരാൾക്ക് മോശം വരുന്നത്, ഒരാളെ നാണം കെടുത്തുന്നതും തകർക്കുന്നതും നമ്മൾ പറയരുത്. നല്ല മനുഷ്യരാകണം. നല്ല മനുഷ്യൻ. ഇന്നലെ വാട്സപ്പിൽ ഒരാൾ പറഞ്ഞതുപോലെ, ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്ന പോലെ, അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലുണ്ടായി. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ മരിച്ചപ്പോൾ എൻ്റെ കുടുംബക്കാരൊന്നും അല്ലെങ്കിലും എൻ്റെ അകത്ത് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. നല്ല മനുഷ്യൻ, ആ വാക്കാണ് നല്ല മനുഷ്യൻ. ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് നല്ലത് പറയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ മനസ്സും ഉള്ളവരായി നമ്മൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ കാര്യം ഓർത്ത്, ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ വാക്കാണ്. നല്ല മനുഷ്യൻ
തന്റെ ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപം, നല്ലത് പറയും, തെറ്റുള്ളത് മോശമാവുള്ളത് പറയാൻ നിൽക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ആരുടെ നന്മ മുടക്കരുത്. നമ്മുടെ പല നന്മയും മുടങ്ങിപ്പോകും. നമ്മൾ ആരെ ഒന്ന് മുടക്കാൻ നിൽക്കില്ലേ. പുള്ളി രക്ഷപ്പെട്ട് പൊക്കോട്ടെ, എങ്ങനെയെങ്കിലും കയറി പൊക്കോട്ടെ. നമ്മളായിട്ട് വലിച്ച് താഴെയിടാൻ നോക്കല്, നമ്മളായിട്ട് ഒരാളുടെ നന്മ മുടക്കാൻ നിൽക്കല്. നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള നന്മകളും അപ്പുറത്ത് മുടങ്ങിപ്പോകാം. അങ്ങനെ ആ പലരുടെയും നന്മകൾ, ഐശ്വര്യം മുടങ്ങിപ്പോയത് നമ്മുടെ വാക്കുകൾ കൊണ്ട് വേറൊരാളുടെ ജീവിതം തകർന്നു പോകാൻ ഇടയാകരുത്. ആമേൻ. വേറൊരാൾ നമ്മളെ ഓർത്ത് പ്രാകാൻ, മനസ്സ് വേദനിച്ച് ശപിക്കാൻ ഇടയാകരുത്. ആമേൻ. ഹല്ലേലൂയ. 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 ശബ്ദം ഉയർത്തി, ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 നല്ലത് പറയണം. ഈ നല്ലത് പറഞ്ഞതൊരു ഒരു വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പരിചിതവും സുപരിചിതവുമാണ്. ഞാൻ പറയുന്നത് യേശു എങ്ങനെയാണ് ഓരോ വാക്കുകൾ പറഞ്ഞെന്ന് പറയാൻ പോവുകയാണ്. വായിക്കാം. 14-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. കുറേ ആളുകളെ കണ്ടു. അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ഇത് വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. സമയം പോയി. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എല്ലാവർക്കും വേണ്ട ഫുഡ് കൊടുക്കാൻ ടൗണിലേക്ക്, പട്ടണത്തിലേക്ക്, ഹോട്ടലിലേക്കൊക്കെ വേഗം ഒന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ട്, ഒരു ഗ്രൂപ്പുകളായി പറഞ്ഞു വിട്, അല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ 17-ാമത്തെ വാക്യം, എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല. ആരും പോകണ്ട, ആരും ഒരു ഹോട്ടലിലേക്കും പോകണ്ട, ഒരു റിസോർട്ടിലേക്ക് പോകണ്ട. നിങ്ങൾ വെയിറ്റ്, അവിടെ നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും ഇവിടെ ഉണ്ട്. ഇനി വളരെ കാര്യം ശ്രദ്ധിക്കണം. 5 അപ്പം യേശുവിൻ്റെ കയ്യിലെത്തിന്ന് എഴുതിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, അതെൻ്റെ അടുത്ത് കൊണ്ടുവരിക. എല്ലാവരും ശ്രദ്ധിക്കുക. യേശു 5 അപ്പത്തെ കയ്യിൽ കിട്ടിയപ്പോൾ ഒറ്റ നെഗറ്റീവ് പറഞ്ഞില്ല. ഓ, ഈ അരി കൊണ്ടാണോ ഇത് ഉണ്ടാക്കിയത് പറഞ്ഞില്ല. ഇതാരാ അരച്ചത്, എവിടുന്നാണ് ഉണ്ടാക്കിയത്, എല്ലാം മരക്കുറ്റി പോലെ ഇരിക്കുവാണല്ലോ, ഇത് പഴയതാണല്ലോ, ഇത് പുളിച്ചു പോയല്ലോ, ഇത് കൊള്ളുകയല്ലോ. ഈ യേശുവിൻ്റെ കയ്യിലിരുന്ന അപ്പത്തെ നോക്കിയിട്ട് യേശു കൃതജ്ഞത അർപ്പിച്ചു എന്നാണ് എഴുതിയേ. ഇത് കൊള്ളത്തില്ല, ഇത് അരി കൊള്ളുകയില്ല, ഇത് അരച്ചയാൾ കൊള്ളുകയില്ല, ഇത് ശരിക്കും പുളിച്ചിട്ടില്ല, ഒരൊറ്റ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. കയ്യിലെടുത്തതിനെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞത, നന്ദി പറഞ്ഞപ്പം കയ്യിലുള്ളത് വർദ്ധിച്ചു വരാൻ തുടങ്ങി. എന്നതാ പറഞ്ഞ ഞാൻ വായിച്ചു. ഇതിന് പല ഭാഗത്തും ഇതേപോലുള്ള അത്ഭുതം എഴുതിയിട്ടുണ്ട്. ആ അപ്പത്തെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞില്ല, എടുത്ത് നോക്കിയിട്ട് ഇതെല്ലാം മടങ്ങിപ്പോയി, പൊട്ടിപ്പോയി. ഇതെന്നാ പറ്റി, ഇത് ഏത് ബാഗിലാണ് ഇട്ടത്, ശ്രദ്ധിച്ചില്ലേ, ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോയല്ലോ, ഈ അരി കൊള്ളുകയില്ല കേട്ടോ, ഇത് ശരിക്കും പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇതിന് കട്ടി കൂടുതലാണ് കേട്ടോ, ഇതൊന്നും പിള്ളേർക്ക് ദഹിക്കുകയില്ല കേട്ടോ. ഒരൊറ്റ നെഗറ്റീവ് പറഞ്ഞില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചതിനെ നോക്കി, ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വർദ്ധിക്കുകയില്ല. നമ്മൾ എന്ത് കാര്യത്തെ, ചെറിയൊരു കാര്യമായിരിക്കാൻ ജീവിതത്തിൽ വന്നത്, അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ, ദൈവമേ നന്ദി പറയുന്നു, അത് വർദ്ധിച്ചു വരും. അത് വർദ്ധിച്ചു വരും. അനുഗ്രഹത്തിൻ്റെ വാതിൽ ആ വിഷയത്തിന് ചുറ്റി, ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നു വരും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആരുമല്ല, ഏതുമല്ല, വലിയ ഒരു പുള്ളിയല്ല, ഒരു സാധാരണക്കാരനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വർഷങ്ങൾ കുറേ ആയി, 10-13 വർഷം കഴിഞ്ഞു ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മറ്റ് പ്രാർത്ഥനാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് വേറൊരു ധ്യാനിപ്പിക്കുന്ന ഒരാളുടെ ശിഷ്യത്വത്തിൽ കയറി വന്ന ഒരാളല്ല. കുറച്ചൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോയി
കണ്ടു കേട്ടൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ് ദൈവത്തിൻ്റെ വചനം പറയണം. ഞാൻ ഈ ആലയത്തിൽ വന്ന് ഇവിടെ 5, 50, 100 പേരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പോലും സാധാരണ പോലെ വന്നു പോകുന്നു എന്നല്ലാതെ എന്നോട് ആരും ചോദിക്കത്തില്ലായിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരു സന്ദേശം എടുത്തു തരുമോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് ദൈവം എന്നാ പറയുന്നതെന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ, ആ വാക്കാണ്, പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയുമോ, എന്നോട് ചോദിക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ആലയത്തിൽ 6, 7 കൗൺസിലേഴ്സ് ഉണ്ട്. അവരെ കാണാൻ ആളുകൾ 8, 10 പേര് ക്യൂ നിൽക്കും. ഇതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥന നടന്ന് 2 മണിയാകുമ്പോൾ ഏകദേശം പ്രാർത്ഥന തീർന്ന് 3 മണിയാകുമ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം തീർന്നു പോകും. ഞാൻ താഴേന്ന് തിരിച്ചു വന്ന് 5 മണിയാകുമ്പോഴും 5:30 കഴിയുമ്പോഴും ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ചില ശുശ്രൂഷക്കാർ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പം അവരെ കാണാൻ വീണ്ടും ഇരിപ്പുണ്ട് 4-5 പേര്. ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനി സമയം 6 മണിയായി, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ വണ്ടി വല്ലതും കിട്ടുമോ, നിർത്തിനി അടുത്ത ആഴ്ച കാണാം. അവരെ കാണാൻ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, എന്നെ കാണാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന മേടിക്കാൻ എൻ്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ, എനിക്കങ്ങനെ ഒരു കൃപയില്ലല്ലോ. അന്നു മുതൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പതുക്കെ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹത്തിൽ അത് അനുഗ്രഹമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന പോയി കഴിഞ്ഞ ആളുകൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ അന്ന് പറഞ്ഞ കാര്യം ഭയങ്കര അനുഗ്രഹമായി, സന്തോഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്നാ ഒരൊറ്റ കൃപയെ ഓർത്ത്, ദൈവമേ, ഒരു മെസ്സേജെങ്കിലും ശരിയായല്ലോ, അങ്ങനെ ഒരെണ്ണം ശരിയായ വിധത്തിൽ പറയാൻ എനിക്ക് പറ്റിയല്ലോ, അങ്ങനെ ഒരു ശബ്ദവും വാക്കും ദൈവം തന്നല്ലോ. ആ ഒരൊറ്റ മെസ്സേജിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ തുള്ളിച്ചാടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഒരെണ്ണം ശരിയായല്ലോ, എല്ലാം ഒന്നും ശരിയായിട്ടില്ല, 10 എണ്ണം പറഞ്ഞു, ഒരെണ്ണം ശരിയായി, അത് മതി. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞപ്പോഴാണ് ആ അനുഗ്രഹം എന്നിലും വർദ്ധിച്ചു വന്നത്. നല്ലത്. എനിക്ക് ഒരു മെസ്സേജേ കിട്ടിയുള്ളൂ, അവർക്കൊക്കെ കുറേ മെസ്സേജ് കൊടുക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് തന്നെ നെഗറ്റീവ് പറയരുത്. എനിക്ക് ചെറിയൊരു അനുഗ്രഹമേലും ഉണ്ടോ, അതിനെ ഓർത്ത് ദൈവമേ 1000 കോടി നന്ദി. ഒരു 5 മിനിറ്റേലും പ്രസംഗിക്കാൻ അവസരം കിട്ടിയോ, അതിന് നന്ദി. ഒരു വചനവേലും നന്നായിട്ട് പറയാൻ പറ്റിയോ, നന്ദി. ഇത്ര ആളുകളെങ്കിലും ഇത് കേട്ടോ, അതിന് നന്ദി. നന്ദി പറയുമ്പോൾ കുറ്റം പറയാതെ, വിമർശിക്കാതെ, ഇതെന്നാ അപ്പവാ, ഇതെന്നാ അരിയാ, ഇത് എന്തിനാ, ഈ അരി വേറെ അരി മേടിച്ച് പൊടിപ്പിക്കത്തില്ലായിരുന്നോ, ഈ അരി കൊണ്ട് ഉണ്ടാക്കിയോണ്ടല്ലേ ഇതിങ്ങനെ ഇരിക്കുന്നേ. യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ വന്ന ആ അപ്പത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞില്ല, ശിഷ്യന്മാരോട് പറഞ്ഞില്ല, ആൾക്കാരോട് പറഞ്ഞില്ല, ഈ അപ്പമൊന്നും കൊള്ളത്തില്ല കേട്ടോ, ഇതാകെ കട്ടി പിടിച്ച മരത്തടി പോലെ ഇരിപ്പുണ്ട്, ഇത് തിന്നാൽ പിള്ളേർക്കെല്ലാം വൈറ്റ്ലെസ് ഉണ്ടാവും, ഒരു നെഗറ്റീവും പറഞ്ഞില്ല. അതിനെ എടുത്ത് നന്ദി പറഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അത് കൊടുത്തപ്പം അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി. നിങ്ങൾക്കും ചിലതൊക്കെ വർദ്ധിച്ചു വരണമെങ്കിൽ, ഇന്ന് കാശൊക്കെ കുറവായിരിക്കും, കുറച്ച് കാശേ ഉള്ളൂ, ചെറിയ വീടേ ഉള്ളൂ, ഉള്ള വീടിനെ ഓർത്ത്, ആ ഒരു ജോലി ഓർത്ത് നന്ദിയോടെ, എനിക്ക് ഈ ജോലിയെ കിട്ടിയുള്ളൂ, എന്നേക്കാൾ പുറകിൽ കിടന്നവൻ അതിനേക്കാൾ ശമ്പളത്തിൽ മേടിക്കുക, ഒന്നും കമ്പയർ ചെയ്യേണ്ട. നമ്മൾ നന്ദി പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ അത് വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ മനസ്സിലായി, നമ്മൾ ദൈവനാമത്തിൽ നല്ലത് പറഞ്ഞാൽ, നമ്മളൊരാളോട് പറയുവാന്നിരിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, മനസ്സോടെ പറഞ്ഞാൽ, എനിക്ക് കൂടിയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം അപ്പുറത്ത് തുറക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരാളോടും പറഞ്ഞേക്കല്ല, നീ മണ്ടനാണ്, നീ പൊട്ടനാണ്, നിൻ്റെ തലവട്ടം കണ്ടപ്പോഴാണ് ഈ കുടുംബം തകരാൻ തുടങ്ങിയത്, പറയരുത്. ഒരു ഗുണവുമില്ല. നിന്നെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് വീട് നശിക്കാൻ തുടങ്ങിയത്, നിൻ്റെ തലവട്ടം വന്നപ്പോൾ പിന്നെയാണ് ഈ തകരാൻ തുടങ്ങിയത്. ഞാൻ എങ്ങനെ സാമ്പത്തികമായിട്ട് അങ്ങനെ കയറി വരുമായിരുന്നു, ഈ രണ്ടാമത്തവൻ ഉണ്ടായപ്പോൾ തൊട്ട് എല്ലാം തീർന്നു. പറയരുത്. അത് പറയുമ്പോൾ പലരുടെയും മനസ്സ് മുറിയുമെന്ന് മാത്രമല്ല, പിശാച് അവരിൽ പിടിമുറുക്കും. മറിച്ച് ഇങ്ങനെ പറ, എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നിയാലും നിങ്ങൾ പറയണം, ഈ മകൻ അനുഗ്രഹിക്കപ്പെടും. ഇന്നത്തെ പ്രതിസന്ധികൾ ദൈവം മാറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, അതിനെ നന്മയോടെ, അസൂയില്ലാത്തൊരു മനസ്സോടെ പറയുമ്പോൾ, അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
നിനക്കുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ കൂടെ അവിടെ ദൈവം തുറന്നു തരും. ആമേൻ. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് അസൂയ പാടില്ല. അസൂയോടൊന്നും പറയല്ല്. കടിച്ച അണപ്പല്ല് കടിച്ചുകൊണ്ടൊന്നും വർത്താനം പറയരുത്. ഇവരൊക്കെ എങ്ങനെ കുണം പിടിക്കാനാ, ഇവരൊക്കെ എങ്ങനെ ശരിയാ പറയരുത്. അവർ നന്നായിട്ട് വരും. അത് നല്ല മനസ്സോടെ അങ്ങ് പറയുവാണ്. എന്തിനായി തലേ കൈവച്ചുള്ള പ്രാർത്ഥന എന്നറിയാമോ? തലേ കൈവച്ചുള്ള പ്രാർത്ഥന ഒരു മനസ്സിൽ അന്നേരം ഞാൻ ഓർക്കുന്നത്, ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ, ഇവരുടെ മുഖം വാടിക്കാണാൻ ഇടയാകല്ലേ, ഇവരെന്നും കട്ടിലിൻ്റെ മൂലയ്ക്കിരുന്ന് കരയുന്ന ഒരാളാകല്ലേ, ഇവരുടെ മുഖം നല്ല സന്തോഷത്തോടെ കാണാൻ ഇടയാകണമേ. അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ ആ പ്രാർത്ഥന കിട്ടിയ ഒരാളും നശിച്ചു പോകാൻ ഇടയാകില്ല. ആമേൻ. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ എന്നോട് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ പറയും, ചിലപ്പോഴൊക്കെ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ വിവാഹമാണ് അടുത്ത നാളുകളിൽ വരുന്നത്. ഈ മകളുടെ മുഖം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ കരയുന്ന ഒരവസ്ഥയിലാവരുത്. സന്തോഷത്തോടെ നല്ല മുഖത്തോടെ ജീവിക്കാൻ കഴിയണം. നല്ലൊരു ജീവിതം ഇവർക്ക് കൊടുക്കണമേ. ഇവളുടെ മുഖം നാളെ ഒരു സമയത്ത് വാടിക്കാണാൻ ഇടയാകല്ലേ. ഞാൻ അതുപോലെ സഹോദരങ്ങൾ വരുമ്പോഴും പറഞ്ഞ് മനസ്സിലെങ്കിലും പറയാറുണ്ട്, കർത്താവേ ഈ വ്യക്തി വിജയിച്ചു വരാനിടയാകണേ, നല്ലൊരു സമാധാനം ഈ വ്യക്തിക്ക് കൊടുക്കണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാം പൈസ കൊടുത്താൽ കിട്ടത്തില്ല. പൈസ കൊടുത്താൽ കിട്ടാത്തത് പലതും പ്രാർത്ഥനയിൽ കിട്ടും. അറിയുമോ? അത് എല്ലാം പണം കൊടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനൊക്കത്തില്ല, ഇവിടെയും കിട്ടത്തില്ല, ഒരു രാജ്യത്തു നിന്നും കിട്ടത്തില്ല. എന്നാൽ ചിലത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ മേടിച്ചെടുക്കാൻ പറ്റും. പണം കൊടുത്താൽ കിട്ടുന്ന ഒന്ന് കിട്ടാനല്ല ഇവിടെ വന്നത്. പൈസ കൊടുത്താൽ കിട്ടാത്ത ചിലത് സത്യസന്ധമായി വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിടവരും. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിടയാകും. ഇന്നലെ പറഞ്ഞ സാക്ഷ്യമുണ്ട്. ദൈവം ഒത്തിരി അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഞങ്ങൾ സാക്ഷികളാണ്. തൊട്ടടുത്തുള്ള ഡോക്ടർ, വടുവഞ്ചാലുള്ള ഡോക്ടർ, അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. അവിടെ ഒരു രോഗി വരികയും ആ രോഗിയുടെ കൈ മുറിച്ച് വിരൽ മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. വിരൽ മുറിച്ച് കളയണം പറഞ്ഞത് ആ രോഗിയെ ചികിത്സിച്ച ഡോക്ടറാണ് സാക്ഷ്യം പറയുന്നത്. ഈ വടുവഞ്ചാലുള്ള ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ എനിക്കത് ഓർമ്മയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മുഖമോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു ആ വിരൽ മുറിച്ച് കളയേണ്ട വിരലുമായി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മടിയിൽ ഇതേ ബൈബിൾ തുറന്നു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ആ വിരൽ ഈ ബൈബിളിലോട്ട് വയ്ക്കുക. ഈ ഏതോ ഒരു പേജിൽ വയ്ക്കാൻ പറഞ്ഞു. ഏത് പേജാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഞാൻ എന്നും എടുക്കുന്ന ഈ ദൈവവചനം പ്രസംഗിക്കാൻ എടുക്കുന്ന ഈ വചനത്തിൽ ഞാൻ ആ വ്യക്തിയുടെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ വചനത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറയുന്നത്, അച്ചോ ഭയങ്കര ഒരു മിറക്കിൾ നടന്നു, ഭയങ്കര ഒരു അടയാളം നടന്നു. ആ കൈവിരൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം. ദൈവത്തെ, അത് മിറക്കിൾ തന്നെയാണ്. ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ പ്രസംഗിക്കുന്ന വചനത്തിന് ജീവനുണ്ട്. അത് നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ഇവിടെ ചെയ്തോണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഉണ്ടല്ലോ നെഗറ്റീവ് പറയരുത്. നിങ്ങളുടെ മക്കളോട് കുഞ്ഞുങ്ങളോട് പറയരുത്, നീ ശരിയാകത്തില്ല, നിനക്കൊരു കഴിവ് കുറവാണ്, മൂത്തയാൾക്കാ ഭയങ്കര കഴിവ്, നിനക്കെന്തോ ഒരു കുഴപ്പമുണ്ട്, നിനക്കെന്തോ പ്രശ്നമുണ്ട്, നീ അങ്ങനത്തെ ഒരാളാണ്. മനസ്സിലുണ്ടെങ്കിലും ഉറക്കെ പറയേണ്ടത്, നീ അനുഗ്രഹിക്കപ്പെടും, നീ രക്ഷപ്പെടും, നിൻ്റെ കാര്യത്തിലൊക്കെ നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരും. ഇതെന്നും വിശ്വാസത്തിൽ പറഞ്ഞാൽ അവിടെ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറന്നു തരും. വാ തുറക്കുമ്പോഴാണ് ദൈവം വാതിലും തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പല മനുഷ്യരും വിശ്വാസത്തിൻ്റെ വാതിൽ വാ കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴും പറയുമ്പോഴുമാണ് അനുഗ്രഹത്തിൻ്റെ വാതിലിനെയും ദൈവം തുറന്നിട്ടുള്ളത്. പ്രാർത്ഥനയോടെ വാ തുറന്നാൽ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറക്കാൻ തുടങ്ങും. ഇത് പറയാൻ കാരണം ദൈവവചനത്തിലെ ഒരു വാക്യം എടുത്ത് പറയട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം
ഇവിടെ ഒരു വിധവയുടെ ഒരു ചെറിയ സാക്ഷ്യത്തെ പറയാനുണ്ട്. വചനത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീശായോട് പറഞ്ഞു. ഇത് ആരോട് പറഞ്ഞു എല്ലാവരും കേൾക്കണം. ഒരു പ്രവാചകന്റെ ഭാര്യ, ഒരു ദൈവദാസന്റെ ഭാര്യ, ദൈവത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയുടെ ഭാര്യ എലീശായോട് പറഞ്ഞു. എലീശ എന്ന പ്രവാചകനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഹസ്ബൻഡ് മരിച്ചുപോയി. നിങ്ങളുടെ ശിഷ്യനായിരുന്നു, നിങ്ങളുടെ കൂടെ ശുശ്രൂഷയ്ക്കൊക്കെ ഉള്ള ആളായിരുന്നു. അറിയില്ലേ, പുള്ളി മരിച്ചുപോയി. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന്. എൻ്റെ ഭർത്താവ് ഒരു ദൈവഭക്തനായിരുന്നു എന്ന് അങ്ങേക്കറിയാലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. പുള്ളിക്ക് 2 മക്കളുണ്ട്, കുറേ കടമുണ്ട്, കടം, ഭയങ്കര പ്രശ്നമുണ്ട്. അതാണിപ്പോൾ പറയാൻ വന്നത്. എനിക്ക് പുള്ളി ജീവിച്ചിരുന്നപ്പോൾ ഇച്ചിരി പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഭയങ്കര കടമാണ്. പ്രവാചകൻ അറിയാലോ, പുള്ളി ഒരു ദൈവഭക്തനായിരുന്നു, നിങ്ങളുടെ കൂടെ ശുശ്രൂഷയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരാളാണെന്ന് അറിയാമല്ലോ. എൻ്റെ കുട്ടികളെ ഇപ്പോൾ അടിമകളാക്കാൻ വന്നിരിക്കുന്നു. 2-ാമത്തെ വാക്യം. എലീശ അവളോട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ ഈ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക. അവിടെ ഒരു വാക്കുണ്ട്, പറയുക. എന്തുണ്ട്? പറയുക. പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ, എനിക്കൊത്തിരി കടമുണ്ടെന്ന് പറഞ്ഞല്ലോ, വീട്ടിൽ ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞല്ലോ. ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? പറയേണ്ടതൊക്കെ ആദ്യം തന്നെ 4-ാം അധ്യായം 1-2 വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനാണ് എലീശ പറഞ്ഞത്? പറയുക. ഇനി പറയേണ്ടത് എന്നതാ? എൻ്റെ ഭർത്താവ് മരിച്ചു, വീട്ടിൽ മുഴുവൻ പ്രശ്നമാ. ഇനി അതല്ല പറയേണ്ടത്. നീ വാ തുറന്ന് പറയുക. ഏത് വിധത്തിലാണ് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതെന്ന് പറയുക. ഹല്ലേലൂയ. പറയണം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും പറയണം, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. വിശ്വാസം പറയണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറയണം. എനിക്കൊരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കുകയില്ലെന്ന് പറയണം. എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകുമെന്ന് പറയണം. എൻ്റെ ഇന്നത്തെ പ്രയാസം മാറുമെന്ന് പറയണം. ഇത് പറയാനുള്ള സ്ഥലമാണ്. എലീശ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? നീ പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഈ അനുഗ്രഹം എന്ന ഈ ആലയത്തിൽ വരുമ്പോൾ കേട്ട് പാട്ടുപാടി സാധാരണ പോലെ പോകല്. പറയണം. ദൈവത്തോട് പറയുന്ന സ്ഥലമായത്. ഈ സ്ഥലം അനേകരെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച സ്ഥലമാണ്. അനേകർ ജീവിതം ആരംഭിച്ച സ്ഥലമാണ്. തകർന്ന് തരിപ്പണമായി വന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊന്നും എല്ലാവൊന്നും ഇവിടെ സാക്ഷ്യമായി വന്നിട്ടുണ്ടാവില്ല. പലരും ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ വചനം കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ്, ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് അത് പറയുക. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച്, നിങ്ങളും എലീശ പറഞ്ഞത് തന്നെയാ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. പറയുക. കഷ്ടത, ഇന്നലെ ദുഃഖമാ, എൻ്റെ വീട്ടിൽ പ്രശ്നമാ, പ്രതിസന്ധിയാ, ദുഃഖമാ, അതൊക്കെ പറഞ്ഞു. ഇനി എന്തു പറയണം? എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയണം, എന്നെ വിടുവിക്കണമെന്ന് പറയണം, എന്നെ സൗഖ്യമാക്കണമെന്ന് പറയണം, എൻ്റെ ഈ തകർച്ചയിൽ നിന്നെ കരകയറ്റണമെന്ന് പറയണം, എൻ്റെ പരാജയത്തെ മാറ്റണമെന്ന് പറയണം, എൻ്റെ ദോഷങ്ങളെ മാറ്റണമെന്ന് പറയണം, എൻ്റെ ബന്ധനങ്ങളെ മാറ്റണമെന്ന് പറയണം, എന്നെ ദൈവമേ അങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് വിശ്വാസത്തിൽ പറയണം. പറയുന്നത് സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഇത് പറഞ്ഞ്, എലീശ എന്തിനാ പറഞ്ഞത്? പറയാൻ അല്ല, പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങളുടെ ശുശ്രൂഷകനായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, കടവുണ്ട്, പിള്ളേരെ പിടിക്കാൻ അടിമകളാക്കി പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകാൻ അവർ വന്നിട്ടുണ്ട്, ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെയും പ്രവാചകൻ പറഞ്ഞു, എന്നതാ ചെയ്യേണ്ടതെന്ന് നീ പറയുക. ഈ അനുഗ്രഹയിൽ വരുമ്പോൾ കേവലം ഒരു പാട്ടുപാടി ഒരു കാര്യം കേട്ടു സാധാരണ പോലെ കുഴപ്പമില്ലായിരുന്നു, ഇന്നത്തെ വചനം ഒരു ഉപകാരമായിരുന്നു, അഭിപ്രായം പറയുകയല്ല. ചില ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ പറയണം. എനിക്കൊരു നല്ല ഭവനം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബം സന്തോഷത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ബാധ്യതകൾ മാറാൻ. ഇതെല്ലാം പറഞ്ഞ്
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഇതൊന്ന് പറഞ്ഞ്, മനസ്സിൽ ഇതൊന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞ്, മക്കൾക്ക് വേണ്ടി അത് പറഞ്ഞ്, ജീവിത പങ്കാളിക്ക് വേണ്ടി അത് പറഞ്ഞ്, നിങ്ങളുടെ ഭാവിയെ മുൻനിർത്തി അത് പറഞ്ഞ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുൻനിർത്തി പറഞ്ഞ്, എനിക്കൊരു നല്ല ജോലി കിട്ടണമെന്ന വിശ്വാസത്തിൽ പറഞ്ഞ് വാ തുറന്ന് പറയുമ്പോൾ ദൈവം അപ്പുറത്ത് അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കും. വാ തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വാതിലും വഴിയും തുറക്കാതിരിക്കത്തില്ല. അതാണ് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, പ്രാർത്ഥന ഉയർത്തുമ്പോൾ ദൈവം അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കാൻ കാരണമാകുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവം ചില അടയാളങ്ങൾ നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്തുതിക്കുമ്പോൾ ചില സൗഖ്യത്തിന്റെ വാതിൽ അപ്പുറത്ത് തുറക്കാൻ തുടങ്ങും. ഇപ്പോൾ സ്തുതിക്കുമ്പോൾ ചില വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ആ കരങ്ങളെ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകാനെന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ച് ഈ കരം ഉയർത്തുമ്പോൾ ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് അസൂയയോടെയോ വെറുപ്പോടെയോ ഒന്നും പ്രാർത്ഥിക്കല്ലേ കേട്ടോ. നല്ലത് വരട്ടെ, എൻ്റെ അടുത്തിരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ, നല്ല ഭവനം ഉണ്ടാകട്ടെ, നല്ല മനസ്സോടെ ഒന്ന് പ്രാർത്ഥിച്ച്, അസൂയ ഇല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ച്, ഹൃദയത്തിന്റെ നല്ല മനുഷ്യൻ ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും. അവൻ ദോഷം പറയില്ല, കുറ്റം പറയില്ല, ഏഷണി പറയില്ല, നീ തകരും, നീ നശിക്കും, നീ രക്ഷപ്പെടുകയെന്ന് പറയുകയില്ല. അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയും. വേറൊരാൾ തകരുന്നത് പറയില്ല. ദൈവം അകത്തുള്ള മനുഷ്യൻ കുറ്റം പറയാൻ പോകില്ല, ഏഷണി പറയാൻ പോകില്ല. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ്, ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ല. ഹല്ലേലൂയാ, യേശുവേ നന്ദി നന്ദി, ഹല്ലേലൂയാ, യേശുവേ നന്ദി നന്ദി, ഹല്ലേലൂയാ ജീസസ്. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഇത് നിങ്ങൾ ഹൃദയത്തോടെ, യേശു 5 അപ്പം എടുത്തിട്ട് ഒരൊറ്റ നെഗറ്റീവ് പറഞ്ഞില്ല. ശരിയാവില്ല, ഈ അരി കൊള്ളില്ല, ഈ അപ്പമൊന്നും കൊള്ളത്തില്ല, മേടിച്ചുകൊണ്ട് പോവാ വേറെ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാ, ഒന്നും പറഞ്ഞില്ല. അതിന് നന്ദി പറഞ്ഞു, നല്ലത് പറഞ്ഞു, അത് വർദ്ധിച്ചു. നല്ലത്, എൻ്റെ വീട് നല്ലതാണ്, എൻ്റെ മക്കൾ നല്ലതാണ്, എൻ്റെ ജീവിത പങ്കാളി നല്ലതാണ്. എല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി ആഗ്രഹിച്ച് ഒരു മെസ്സേജ് ശരിയായപ്പോൾ, ഒരു മെസ്സേജ് ഒരാൾ പറഞ്ഞു, ഫാദർ പറഞ്ഞ ആ ഒരു കാര്യം ശരിയായി കേട്ടോ, ഞാൻ തുള്ളിച്ചാടിയിട്ടുണ്ട്. ഒരെണ്ണം ഇതിൽ ശരിയായല്ലോ. ആ നന്ദി പറഞ്ഞപ്പോഴാ ആ കൃപ കുറേശ്ശെയെങ്കിലും വർദ്ധിക്കാൻ കാരണമായത്. നല്ലത് പറയുമ്പോൾ അത് വർദ്ധിക്കും. നിങ്ങളുടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നല്ല മനുഷ്യനും കൂടി ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുന്ന പലരും പറയാറുണ്ട്, വലിയ പ്രാർത്ഥനക്കാരനാ, പക്ഷെ പുള്ളിയെ അടുപ്പിക്കാൻ കൊള്ളിയല, പുള്ളി ആകെ ഒരു പ്രശ്നക്കാരനാണ്, പുള്ളിയൊക്കെ എന്നത്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്, പുള്ളി ഒരു ഭാരയാ, പുള്ളി ഒരു നെഗറ്റീവാ. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്ക് കാര്യങ്ങളൊക്കെ. ഒരാളുടെയും കുറ്റം പറയാൻ പോകില്ല. അവരെന്നാ ചെയ്യുന്നത്, ഇവരെന്നാ ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കാൻ പോവുകയില്ല. അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകില്ല. വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാൻ പോകില്ല. അതൊക്കെ ഒരാളിൽ പരിശുദ്ധാത്മാവുള്ളതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും സ്നേഹവും ക്ഷമയും ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു മനുഷ്യനും കൂടി അവർ ആയിരുന്നെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വചനത്തിലൂടെ പറയാൻ പോവുകയാണ്. സങ്കീർത്തനം 121 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 121 സങ്കീർത്തനം 3 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് വളരെ വളരെ ശ്രദ്ധിക്കുന്നൊരു വചനമാണ്. നിങ്ങൾക്കറിയാം ഈ വാക്യങ്ങളൊക്കെ. 3-ാം അധ്യായം 121 അധ്യായം 3-ാം വാക്യം. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ആരുടെ കാല് വഴുതാനാണ് ദൈവം സമ്മതിക്കാത്തത്? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിന്റെ കാല് തെറ്റിപ്പോകാൻ, വീണു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല.
നിന്നെ കാക്കുന്നവൻ, ഉറക്കം നിന്നെ തൂങ്ങുകയില്ല. സംരക്ഷിക്കുന്നവൻ ഉറക്കം തൂങ്ങിയിരിക്കില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. 5-ാമത്തെ വാക്യം, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. ആർക്കാണ് ദൈവം കാവൽക്കാരനാകുന്നത്? ആരുടെ കാലാണ് വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കാത്തത്? ഞാനിതിങ്ങനെ കുറച്ച് നാളായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2-3 പേരോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചു, ഇതെന്താ ഈ വാക്യം, ഇതാരോടാണ് ഇത് പറഞ്ഞത്? ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും ഇതേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കാല് വഴുതിപ്പോകാൻ, വീണുപോകാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്നു. ഇത് കൃത്യമായ തെളിവോടെ പറയാൻ പറ്റും. കർത്താവ് നിന്റെ കാവൽക്കാരനാണെന്ന് ദൈവം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കാവൽക്കാരനാവും. അതാ മുമ്പേ പറഞ്ഞത്, ദൈവം കാവൽക്കാരനാണെങ്കിൽ ഒരു രോഗവും എനിക്ക് വരികയില്ല. എൻ്റെ കുടുംബത്തിൽ ഒരു അനർത്ഥം കയറി വരില്ല. വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് നിലവിളി ഉയരുകയില്ല. എൻ്റെ മക്കളുടെ കുടുംബജീവിതം അപ്പുറത്ത് വഴക്കുണ്ടായി ചതറിപ്പോയി എന്ന് കേൾക്കാൻ ഇടവരില്ല. എന്താ കാരണം? ദൈവം എനിക്ക് കാവൽക്കാരനാണ്. ആർക്കാണ് ദൈവം കാവൽക്കാരനായി മാറുന്നത്? ആരുടെ കാലാണ് വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കാത്തത്? 6-ാമത്തെ വാക്യം, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഒന്നും ഉപദ്രവിക്കുകയില്ല. ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. ആരെയാണ് ആർക്കും ഉപദ്രവിക്കാൻ പറ്റാത്തത്? വാക്യം പറയാം, സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ദൈവം നിന്നെ കാത്തുകൊള്ളും. കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. അടുത്തതോ, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. നിന്റെ ജീവൻ സംരക്ഷിക്കും. നിന്റെ ജീവൻ സംരക്ഷിക്കും. 8-ാമത്തെ വാക്യം, കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ, നിന്റെ ബിസിനസ്സിനെ, നിന്റെ വരുമാന മാർഗത്തെ, നിന്റെ സ്വപ്നങ്ങളെ ഇന്നും എന്നേക്കും, അരമണിക്കൂറത്തേക്കല്ല, ഇന്നു മുതൽ എന്നേക്കും, അതായത് ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ആരുടെ വ്യാപാരങ്ങളെയാ കാത്തുകൊള്ളുന്നത്? ആരുടെ ജീവനാ സംരക്ഷിക്കുന്നത്? ആരെയാണ് ദൈവം ഇതുപോലെ സൂക്ഷിക്കുന്നത്? ആരെയാണ് ഉപദ്രവിക്കാൻ പറ്റാതാകുന്നത്? ആരുടെ കാല് വഴുതാൻ ദൈവം സമ്മതിക്കാത്തത്? ഇത് 121-ാം സങ്കീർത്തനമായി ഇങ്ങനെ എഴുതിയെങ്കിൽ ഇതിന്റെ കാരണം 118-ാം 19-ാം സങ്കീർത്തനമാണ്. ഈ അധ്യായത്തിലുണ്ട് ഇതിന്റെ എല്ലാ കാരണവും. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താ? നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഒരു ചോദ്യമാണ്, ആരുടെ കാല് വഴുതാനാണ് ദൈവം സമ്മതിക്കാത്തത്? 119-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം, 119-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ. അപ്പോൾ ആരുടെ കാല വഴുതിപ്പോകാൻ സമ്മതിക്കാത്തത്? ദൈവത്തിന്റെ ചട്ടങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവൻ. അപ്പൊ ഞാനൊരു വാക്യം പറയട്ടെ. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പിള്ളേരുടെ ജീവിതമൊക്കെ വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കറക്റ്റായിട്ടത് മനസ്സിലാകും. നിങ്ങൾക്ക് തന്നെ ഇത് പിടികിട്ടും. ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊരു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും വചനം കേൾക്കണമെന്ന്. അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി കൂടി നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കണം. അപ്പോൾ അവർക്ക് നല്ല ഒരു മിടുക്കനായ ഒരു മകനുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും, എല്ലാവർക്കുമൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ അമ്മയ്ക്ക്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് തോന്നുക, എൻ്റെ മകൻ എന്തോ ഒരു കാര്യത്തിൽ മറച്ചു വയ്ക്കുന്നുണ്ട്, അവൻ്റെ മുഖത്ത് പണ്ടത്തെ പോലെ ഒരു സന്തോഷമില്ല തോന്നുവാണ്. കുഴപ്പമൊന്നുമില്ല,
അപ്പോൾ ഇത് ഭർത്താവിനോട് ചോദിച്ച് ഭർത്താവ് പറഞ്ഞു, നിനക്കെന്തോ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? അവൻ എന്നാ കുഴപ്പം? മിടുക്കനായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിൻ്റെ എല്ലാ കാര്യത്തിലും നിനക്കിങ്ങനെ സംശയമാ. നീ എന്തിനാ പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അമ്മയ്ക്ക് മനസ്സിൽ തോന്നുക, എൻ്റെ മകൻ എന്തോ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം സ്കൂളിൽ പോയ സമയത്ത്, ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോയ സമയത്ത് എല്ലാ മുറികളെല്ലാം അടിച്ചു വാരി എല്ലാ തുണികളൊക്കെ മടക്കി വെച്ച് പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടുപോകാത്ത ബുക്കുകൾ, അവരുടെ ബാഗ് ഉള്ളതെല്ലാം അടുക്കി പെറുക്കി വെച്ചപ്പോൾ അമ്മയ്ക്ക് തോന്നുവാണ്, ചൂല് കയ്യിൽ പിടിച്ച് പെരയ്ക്കകം അടിക്കുമ്പോൾ തോന്നുവാണ്, എൻ്റെ മകൻ അടുക്കി വച്ചിരിക്കുന്ന ബുക്ക് എടുത്ത് അലമാരി ഒന്നും കൂടെ ബുക്കൊക്കെ എടുത്തിട്ട് അടുക്കി ഒന്നും കൂടെ അതേ അലമാരി വെക്കണം. അങ്ങനെ ഈ ബുക്ക് എടുത്തപ്പോഴാണ് അതിനകത്തൊരു പൊതി, ഒരു ചെറിയ പൊതി. അത് തുറന്നു നോക്കിയപ്പോൾ എന്നതാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഈ അമ്മ അതെടുത്ത് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടെന്ന് അവിടുത്തെ ഒരു മകനെ കാണിച്ചു. മോനെ, എൻ്റെ പിള്ളേരെ ബുക്ക് അടിക്കപ്പോൾ കിട്ടിയൊരു പൊതിയാണ്, ഇത് എന്നതാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആ പയ്യൻ പറഞ്ഞു, ചേച്ചി ഇത് ഈ ലഹരി വസ്തുവാണല്ലോ, ഇതെവിടുന്നാ ഇത് കിട്ടിയത്? അങ്ങനെയാണ് മകൻ അല്പം വഴുതിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അന്നോടെ തന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നു, പ്രാർത്ഥിച്ചു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും ആ ഒരു കുടുക്കത്തിൽ നിന്ന് ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേരത്തെ കാണാൻ പറ്റും. കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പിള്ളേർ എവിടെയെങ്കിലും കൂട്ടുകെട്ട് മാറിപ്പോയാൽ, ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സിനകത്ത് അവർ പറയാതെ തന്നെ നിങ്ങൾക്കിങ്ങനെ മനസ്സിൽ കൃത്യമായിട്ട് തോന്നും. ഇപ്പോൾ അവരിപ്പം കാനഡയിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇവിടെ ഈ വയനാട്ടിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഫോൺ എടുത്ത് കൊച്ചിനെ വിളിച്ചാലോ. നമ്മൾ വിളിക്കുമ്പോൾ കൃത്യസമയമായിരിക്കും അത്. ചില കാര്യങ്ങൾ കറക്റ്റ്. നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ അവിടെ എന്തെങ്കിലും കാര്യത്തിൽ വല്ല പ്രയാസത്തിലാണോ? നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇതൊക്കെ എന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന നമ്മളൊക്കെ അനേകരെ നിങ്ങളുടെ ജീവിതം വഴുതിപ്പോകാൻ, അതാണ് ഈ വാക്യം, നിന്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കുകയില്ല. വീണു പോകാൻ സമ്മതിക്കുകയില്ല. ചില പ്രയാസം, പ്രതിസന്ധി. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ റൂട്ട് തെറ്റിപ്പോയേനെ, വേറൊരു ബന്ധത്തിൽ ചെന്ന് ഞാൻ കുടുങ്ങിയേനെ. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി ഇത് ശരിയാകത്തില്ലെന്ന് എനിക്ക് തോന്നി. ഇല്ല, ഞാൻ വീണുപോയേനെ, എൻ്റെ കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായേനെ. കൃത്യസമയത്ത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ വചനത്തിൽ നിന്ന് പറയാം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാളുടെയും കാലുകൾ, ജീവിതം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, സാമ്പത്തികം, ബിസിനസ് ഒന്നും വഴുതിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല. 18-ാമത്തെ വാക്യം വായിച്ചേ. 18-ാമത്തെ വാക്യം 119 സങ്കീർത്തനം 119:18. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണം. 15-ാമത്തെ വാക്യം, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. ഈ 119-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനൊരു വില കൊടുക്കുന്നവന് തൊട്ടപ്പുറത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിക്കോണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരേലും എവിടെയോ ഉണ്ടെന്ന്. ഇത് രണ്ടും ആവശ്യമാണ്. മനസ്സിലായോ? ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ 10 ദിവസം ചിലപ്പോൾ പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല. ഒരു ദിവസം വചനം വായിച്ചു, 10 ദിവസം വചനം വായിച്ചു, പിന്നെ ഒരു മാസം പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല. 2 കാര്യം ഉറപ്പ് വരുത്തണം. ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളേലും ഉണ്ടെന്ന് ഉറപ്പിച്ചോണം.
അതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചിലർ പറയില്ലേ, മറക്കല്ല് കേട്ടോ, എൻ്റെ മുഖം മറക്കല്ല്, എന്നെ മറക്കല്ല് കേട്ടോ, പ്രാർത്ഥിക്കണം. ചില സമയത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നും, പുള്ളീനെ ഒന്ന് വിളിച്ചാലോ, പുള്ളീനെ ഒന്ന് വിളിച്ചാലോ. എന്നെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു വൈദികൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ താഴെ ഏലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു വൈദികന് ഞാൻ അന്നേരം ചിന്തിച്ചു, ഈ പുള്ളി എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പം എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, പുള്ളി എങ്ങനെ ഇതറിഞ്ഞേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എവിടെയായിരുന്നാലും അവർക്ക് അവിടെ പിടികിട്ടും. നിങ്ങൾ നിങ്ങളുടെ മകനോ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് അടുക്കളയിരുന്ന് പിടികിട്ടും, എൻ്റെ കൊച്ചിന് അവിടെ എന്തോ ഒരു സങ്കടമുണ്ട്. പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഇവിടെ ഇരുന്ന് പിടികിട്ടും, എന്തോ ഒരു ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, നിന്റെ കാൽ വഴുതാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല, അനുവദിക്കത്തില്ല. അടുത്തൊരു ഭാഗം, ഈ 119 സങ്കീർത്തനം 92 വാക്യം, 48 വാക്യം ഒന്ന് വായിച്ചേ. 47 വാക്യം വായിക്കുകയാണ്. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. എന്താ എഴുതിയിട്ടുള്ളത്? സങ്കീർത്തകൻ പറയുമോ, അങ്ങയുടെ വചനത്തിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു, അങ്ങയുടെ വചനം കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അങ്ങയുടെ പ്രമാണത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. എന്തിനെ? അങ്ങയുടെ വചനത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ദൈവത്തിൻ്റെ വചനത്തെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ അവരുടെ കാലുകൾ വഴുതി പോകാൻ ദൈവം അനുവദിക്കുകയില്ല. എത്ര പേര് എന്നോട് പറഞ്ഞു, ഈ വചനം ഒരു അനുഗ്രഹം, ഇവിടെ നിന്നുള്ള പ്രാർത്ഥന കൊണ്ടാകട്ടോ ഞങ്ങൾ ജീവിക്കുന്നത്, ഇവിടെ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതമാകട്ടോ, ഇതൊന്നും നിർത്തിയേക്കല്ല് കേട്ടോ, നിങ്ങൾക്ക് നല്ല ആയുസ് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്നൊന്നും ചത്തുപോകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഞാൻ ചിന്തിച്ച്, ഈ മനുഷ്യൻ ഞാൻ ചത്തുപോകാതിരിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ലാത്തൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്നൊന്നും മരിച്ചു പോകല്ല്, നിങ്ങൾ പറയുന്ന വാക്കുകൾ കൊണ്ടൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പെട്ടെന്ന് ചത്തുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഞാൻ മരിച്ചു പോകാതിരിക്കാനും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്ത് ലാഭമാണ് ഞാൻ ജീവിച്ചിരുന്നുകൊണ്ടുള്ളത്? ഞാൻ ചിന്തിച്ചു, അവർ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ പറയുന്ന വാക്ക് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളെല്ലാ പിടുത്തവും വിട്ടപ്പോൾ നിങ്ങളുടെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇന്നലെ വന്ന ഒരാൾ പറഞ്ഞു, ഒരു കിട്ടിയ ഗുളിക എല്ലാം കൂടെ ഒരു കയ്യിലെടുത്തേച്ച് വായിലോട്ടിട്ട് വെള്ളം കുടിച്ച് തീരട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ആ വചനം കൊണ്ടാണ് ഞാൻ തുപ്പിക്കളഞ്ഞത്. ഞാൻ വായി വെള്ളം ഒഴിച്ചാൽ അങ്ങ് ഇറങ്ങിപ്പോക്കോട്ടെ, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങിപ്പോയി, എൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ചിലപ്പോൾ ഫെയിലായിപ്പോയേനെ, എന്നെ തിരിച്ചു കെട്ടി ഞാൻ രോഗിയായി പോയതിനെ, ഞാൻ തുപ്പിക്കളയാൻ എനിക്ക് അന്നേരം തോന്നി. നിങ്ങളുടെ പ്രാർത്ഥന, ആ വചനം ഒക്കെ ഞാൻ ഓർത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ എവിടെയും വഴുതി പോകില്ല. നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ പിള്ളേരുടെ ജീവിതത്തിൻ്റെ ഒന്നും നിങ്ങളുടെ കാലുകൾ വഴുതി പോകാൻ മനുഷ്യർ സമ്മതിക്കുകയല്ലെന്നല്ല, ദൈവം സമ്മതിക്കുകയല്ല. എന്താ കാരണം? ഇതേ കാരണം എഴുതി വച്ചിരിക്കുന്നു സങ്കീർത്തകൻ, അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, എന്നാ വചനമായി ഇയാൾ എന്നുമായി പറയുന്നത്, അതിനെ ആനന്ദം കണ്ടെത്തിയാൽ, പെറുപെറുക്കാതിരുന്നാൽ, ഇയാൾ എന്നാ പ്രസംഗിക്കുന്നത്, ഇയാൾ എന്തുവാ പറയുന്നത്? ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ നിങ്ങൾ ആനന്ദിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാല് വഴുതാൻ അപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് കാവൽക്കാരനായി നിൽക്കും. എപ്പോഴൊക്കെ? നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ, നിങ്ങൾ ബിസിനസ് നടത്തുമ്പോൾ, നിങ്ങളുടെ കൂടെ പലരുമുണ്ട്. നമുക്കറിയില്ല ആരുടെയും മനസ്സിലിരിപ്പ്. ഏറ്റവും കൂടുതൽ തോളത്ത് കൈയിട്ട് നടക്കുന്നവനായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ പാര വെക്കുന്നത്, ആദ്യം നമ്മുടെ നന്മയെ മുടക്കുന്നത്, നമ്മുടെ കമ്പനിയെ പൂട്ടുന്നത്, നമ്മുടെ ബിസിനസ്സിനെ തകർക്കുന്നത്. പുറത്തുനിന്ന് അങ്ങ് അപ്പുറത്തെ രാജ്യത്ത് നിന്ന് ഒരുത്തനല്ല, ഒപ്പം നിൽക്കുന്നവനായിരിക്കും ചിലപ്പോൾ. എല്ലാവരെയും സംശയിക്കാനല്ല, പക്ഷെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ചതിക്കാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവരൊക്കെയാണ് പലരെയും ചതിച്ചത്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ചതിച്ചത്. ഏറ്റവും കൂടുതൽ ചങ്കിനകത്ത് കയറ്റി വച്ചവരാ ആദ്യത്തെ പണി തന്നത്. മോനെ, മകനെ, കുഞ്ഞേന്നൊക്കെ വിളിച്ചവനാ ആദ്യം വെട്ടിയത്, ആദ്യം കയറി അടിച്ചത്. പലതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നേരത്തെ
പിടികിട്ടും. ഹല്ലേലൂയ. നമ്മുടെ അകത്തിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നും, പുള്ളി ഇച്ചിരി ശ്രദ്ധിക്കണം ആ വ്യക്തിയെ. ആര് കൗൺസിലർ തലക്കെ വെച്ച് പറഞ്ഞതല്ല, മനസ്സിൽ തോന്നി. കറക്റ്റായിരിക്കും. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന്, ആ പെൺകുട്ടിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ആ വ്യക്തിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ച് ആ വ്യക്തിയോട് പറഞ്ഞു, നീ സത്യസന്ധമായൊരു കാര്യം പറ. നിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ആരോ ഒരാൾ പറഞ്ഞില്ലേ, ഇത് കുടുംബജീവിതത്തിലേക്ക് വന്നാൽ ഇത് വിഷയമാകും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. ഞാനല്ല, നിൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ നീ കേട്ടോ? ആ വ്യക്തി പറഞ്ഞു, പല പ്രാവശ്യവും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വ്യക്തിയെ കല്യാണം കഴിച്ചാൽ ജീവിതം ശരിയാകത്തില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. അത് ദൈവം നിന്നോട് സംസാരിച്ചതാ, അത് നിനക്കുള്ളതല്ല. അത് നിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ആളല്ല. നീ ആവശ്യമില്ലാത്ത കാര്യം നിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ അകത്ത് ദൈവം അവനോട് സംസാരിക്കും. ആ റൂട്ട് എടുക്കണ്ട, ആ വ്യക്തിയോട് എല്ലാം തുറന്നു പറയണ്ട, ആ വ്യക്തിയെ ഇത്രയങ്ങനെ വിശ്വസിക്കണ്ട. നീ ശ്രദ്ധിക്കണം, എല്ലാ കാര്യവും മനസ്സിലാകും. ദൈവവചനത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് ഉറക്കെ ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 119 സങ്കീർത്തനം 47-48 ഒന്ന് വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കേട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കും, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ആരെ അത്യധികം സ്നേഹിക്കും? അങ്ങയുടെ വചനത്തെ ഞാൻ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ധ്യാനിക്കുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിന് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവർ ഉറക്കം തൂങ്ങുകയില്ല, കർത്താവ് നിനക്ക് കാവൽക്കാരനായിരിക്കും, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കത്തില്ല, സകല തിന്മകളിൽ നിന്ന് ദൈവം നിന്നെ സംരക്ഷിച്ചോളും, നിന്റെ ജീവൻ പോലും ദൈവം കാത്തുകൊള്ളും, നിനക്കൊരു ദോഷവും വരികയില്ല. ഇതൊക്കെ തന്നെയാ ഇന്നും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ ഒരു പാട്ട് തന്നെ ആദ്യം പാടിയേ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്നേഹമുള്ളൊരു കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമോ? നമ്മൾ ആരും വലിയവരല്ല, ആരും ചെറിയവരുമല്ല, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാരാണ്. ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പാവപ്പെട്ടവനോ പൈസക്കാരനോ ഇടത്തരക്കാരനോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ദൈവ മക്കളാണ്, ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവരെയും ഞങ്ങൾ ശ്രേഷ്ഠരായിട്ടാണ് കാണുന്നത്. എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിക്കുവാണ്, ഏറ്റവും ശ്രേഷ്ഠതയോടെ കാണുവാണ്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തിട്ട് പറഞ്ഞേ, നല്ല മനുഷ്യനാകണം. മനസ്സിൽ പറഞ്ഞാൽ മതി, എനിക്കൊരു നല്ല മനുഷ്യനാകണം, എനിക്കൊരു നല്ല മനുഷ്യനാകണം. നല്ലത് പറയുന്ന വാക്കുകൾ ഉണ്ടാകട്ടെ കേട്ടോ, നല്ലത് പറയണം. നമ്മൾ ഈ ആലയത്തിൽ വന്ന മനുഷ്യൻ ഒരാളെക്കുറിച്ചും നെഗറ്റീവ്, അയാൾ ശരിയല്ല, അയാൾ മോശക്കാരനാണ്, അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയല്ല, അയാളാണോ പറയരുത്. മനസ്സിലങ്ങനെ തോന്നിയാലും അതാരോടും പറയരുത്. നിങ്ങൾ ദൈവത്തോട് പറ, ആ വിഷമങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ മതി. വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയരുത്, ഇവൻ മണ്ടനാ, ഇവൻ പൊട്ടനാ, ഇവനെ കൊണ്ടൊരു കഴിവില്ല, ഈ കൊച്ചിൻ്റെ തലവട്ടം കണ്ടപ്പോൾ തൊട്ട് കുടുംബം തകർച്ചയിലാ, നിന്നെ കെട്ടിയപ്പോൾ തൊട്ട് അങ്ങനൊന്നും പറയല്ല്. നിങ്ങൾ മറിച്ച് പറയണം, നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ദൈവം ഉയർത്തും, നീ രക്ഷപ്പെടും, നിന്നെ ദൈവം അനുഗ്രഹിച്ചോട്ടെന്ന് എനിക്കറിയാം. അങ്ങനെ പറ. അപ്പോൾ കുടുംബത്തിൽ മക്കളിൽ അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറക്കും. ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. ആവശ്യമില്ലാത്തത്, അനാവശ്യ കാര്യങ്ങൾ പറയല്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞവരാ ജീവിതത്തിൽ ഉയരാതെ പോയത്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞവർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ, പക്ഷേ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
അവർ കെട്ടിയ വള്ളം തുഴയുന്ന പോലെ എന്നും ഒരു സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. പണ്ടെങ്ങനായിരുന്നോ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. കെട്ടിയ വള്ളം തുഴഞ്ഞാൽ അതെങ്ങോട്ടും പോകത്തില്ല. അരമണിക്കൂർ കഴിഞ്ഞും ഒരു മാസം കഴിഞ്ഞും അവിടെ തന്നെ അത് കിടക്കും. അങ്ങനെയെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളൊരു നല്ല മനസ്സുള്ള ഒരാളാകട്ടെ. നിങ്ങൾക്കൊരാളെ ദൈവനാമത്തിൽ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ദൈവമുഖം പോലെയായി മാറിക്കൊള്ളും. നിങ്ങൾക്കൊരാളെ ദൈവനാമത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ ദൈവ മനസ്സ് പോലെയാകും. നിങ്ങളുടെ നാവിൽ നിന്നൊരു മോശ കാര്യങ്ങൾ വീഴത്തില്ല. ഒരിക്കലും നിങ്ങൾ വേറൊരാളെ തകർക്കുന്നത് ചെയ്യല, വേറൊരാളെ ഇല്ലാതാക്കുന്നത് പറയാൻ പോവുകയില്ല. ഒരേഷണയും നിങ്ങൾ പറയില്ല, ഒരു കുറ്റവും നിങ്ങൾ പറയില്ല, ഒരു വേണ്ടാതീനവും നിങ്ങൾ പറയില്ല. നിങ്ങൾ നല്ല മനുഷ്യരാകണം കേട്ടോ. നമ്മളെല്ലാം ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി കൂടിയാ. ഞാനും കുറേ കൂടി നല്ലതാകേണ്ടതുണ്ട്. ഞാനും കുറേ കാര്യത്തിൽ ശരിയാകാനുണ്ട്. എനിക്കും കുറേ കാര്യത്തിൽ മാറ്റം ആവശ്യമാണ്. ഞാനും ദൈവസന്നിധിയിൽ തിരുത്തപ്പെടേണ്ട ആളാണ്. എനിക്കും ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടതാണ്. നല്ലത് പറയുന്ന ഒരു ഹൃദയം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വഴക്കുകളൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയല്ല കേട്ടോ. ഇതാണോ ശുശ്രൂഷ, ഇതാണോ പാട്ട്, ഇയാളാണോ പ്രസംഗം, ഇതെങ്ങനെ ശരിയാകും? ഈ അപ്പം യേശു 5 അപ്പം കയ്യിലെടുത്തിട്ട് പറഞ്ഞോ, ഇതാണോ അപ്പം? ഇത് എവിടുന്ന് കൊണ്ടുവന്നു? ഇത് മുഴുവൻ പൊട്ടിപ്പോയല്ലോ. ഇത് ഏത് അരി കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇത് ആരാ അരച്ചത്? ഇത് ആരാ ചുട്ടത്? ഇതിന് ഉപ്പില്ലല്ലോ, ഇതിന് പുളിയില്ലല്ലോ, ഇത് കട്ടിയാണല്ലോ, ഇത് വളിച്ചല്ലോ. ഒന്നും മിണ്ടിയിട്ടില്ല. പ്രത്യുത പിന്നെയോ നന്ദി പറഞ്ഞു. നന്ദി പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ അത് വർദ്ധിച്ചു വരാൻ തുടങ്ങും. നല്ലത് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ മറ്റൊരാളെ നിങ്ങൾ അനുഗ്രഹിച്ചു നോക്കിക്കേ, നിങ്ങളുടെ അനുഗ്രഹവും വർദ്ധിക്കാൻ തുടങ്ങും. മറ്റൊരാളെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അനുഗ്രഹവും വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ സാമ്പത്തികത്തെ നിങ്ങൾ തന്നെ അനുഗ്രഹിച്ച് നോക്കിക്കേ, അതപ്പുറത്ത് ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. അനുഗ്രഹത്തിന്റെ വാതിലിനെ ദൈവം തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നല്ല മനുഷ്യരാകട്ടെ. നല്ല മനുഷ്യർ. പറയണ്ടാത്ത ഒരു കാര്യവും പറയല്ലേ. ഒരാളോടും കുറ്റം പറയല്ലേ. കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരാൾക്ക് വളരാൻ പറ്റിയിട്ടില്ലെന്നേ. ആരുടെയും ഒന്നും മുടക്കല്ല് കേട്ടോ. ഒരാൾക്കും ലഭിക്കാനുള്ള നന്മ നമ്മളായിട്ട് മുടക്കിയേക്കല്ല്. നമ്മൾ മുടക്കിയാൽ നമുക്കുള്ള അനുഗ്രഹവും അപ്പുറത്ത് നമ്മൾ പോലും അറിയാതെ മുടങ്ങിപ്പോകും. നമ്മുടെ പല നന്മകളും അങ്ങനെയാണ് മുടങ്ങിയത്. നമ്മൾ പലരെയും മുടക്കാൻ പോയി, പല കല്യാണവും മുടക്കി, പല സ്ഥലക്കച്ചവടവും മുടക്കി. നമ്മളൊന്നും മുടക്കുന്നില്ല. എല്ലാവർക്കും നന്മ വരട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ഞങ്ങളെക്കാൾ കൂടുതൽ അവരൊക്കെ രക്ഷപ്പെട്ടു വരട്ടെ. മനസ്സുകൊണ്ട് അസൂയയില്ലാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എന്നിട്ട് സങ്കീർത്തകൻ പറയുവാണ്, ദൈവം നിനക്ക് കാവൽക്കാരനാണെന്ന്. സങ്കീർത്തകനോട് ചോദിച്ചു, എന്തുവാ ദൈവം കാവൽക്കാരനാകാൻ ചെയ്യേണ്ടത്? ദൈവം എന്നെ അനുഗ്രഹിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആരുടെ കാലാണ് വഴുതി പോകാത്തത്? സൂര്യനോ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കത്തില്ല. ആരെയാണ് ഉപദ്രവിക്കാത്തത്? ആരുടെ ജീവനാണ് സംരക്ഷിക്കുന്നത്? ആരുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത്? അപ്പോൾ സങ്കീർത്തനം തൊട്ട് പുറകിലെ അധ്യായം പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവർ, അത് രാവും പകലും ധ്യാനിക്കുന്നവർ, അതിനെ ആദരിക്കുന്നവർ, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവനെ, ആ വ്യക്തിയെ, കുടുംബത്തെ സംരക്ഷിക്കുന്ന കാവൽക്കാരനായി ദൈവം മാറും. ഒരു മന്ത്രവാദിക്കോ, ഒരു കൂടോത്രക്കാരനോ, ഒരു ക്ഷുദ്രപ്രയോഗനോ, അസൂയക്കാരനോ, ഏഷണിക്കാരനോ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് എന്റെ കാവൽക്കാരൻ. എല്ലാവരും വിശ്വസിച്ച് പറഞ്ഞ്, ദൈവം എന്റെ കാവൽക്കാരനാണ്. ദൈവം എന്റെ സംരക്ഷണം നൽകുന്നവൻ. ദൈവം എന്റെ ജീവനെ സൂക്ഷിക്കുന്നവനാണ്. എനിക്ക് നന്മ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്മ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും അത് എന്നിട്ട് പ്രാർത്ഥിക്കണം. നമ്മളൊരു കാര്യം തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നടന്നിരിക്കും. ആമേൻ, ആമേൻ. പിടികിട്ടിയോ? ഞാനൊരു കാര്യം തീക്ഷ്ണമായി ആഗ്രഹിക്കുക. അതൊരു വീടാകും, ഒരു ശുശ്രൂഷയാകും, ഒരു വാഹനമാകും എന്ന് ഞാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കും. അത് ആഗ്രഹിച്ചാൽ മാത്രമല്ല, ഞാൻ ഇപ്പുറത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ചത് സാധിച്ചു കിട്ടിയിരിക്കും. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയാം,
തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് സത്യമാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നടന്ന് അവിടെ എത്തും, ഇല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടത് നടന്ന് എൻ്റെ അടുത്തെത്തി. ഇതിലേതേലും ഒന്ന് നടന്നിരിക്കും. കണ്ണുകളടച്ച് ഒരു കാര്യത്തിന് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു, അത് നടന്നു കിട്ടാൻ ഇപ്പുറത്ത് പ്രാർത്ഥിക്കുന്നു, അത് നടന്നിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ നടന്ന് അവിടെ എത്തും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടത് നടന്ന് നിങ്ങളുടെ അടുത്തെത്തും. ഇതിലേതേലും ഒന്ന് നടന്ന് ഒരു സാക്ഷ്യവും പറഞ്ഞിരിക്കും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊക്കെ നടച്ച്, പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് കാവൽക്കാരനാണ്. പകൽ സൂര്യനോ രാത്രി നക്ഷത്രങ്ങളോ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഞാൻ ചോദിച്ചു, ആരെയാണ് ഉപദ്രവിക്കാത്തത്? ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവൻ, അതിനെ ധ്യാനിക്കുന്നവൻ, അതിനെ ബഹുമാനിക്കുന്നവൻ. അവരുടെ കാലുകൾ വഴുതി പോകാൻ ഇടവരികയില്ല. രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ നിങ്ങളുടെ മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത്, തലമുറകളെ ഓർത്ത്, അവർ കോളേജിൽ, സ്കൂളിൽ, ക്യാമ്പസിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴുതി പോകാൻ, തകർന്നു പോകാൻ, കൂട്ടുകെട്ടിൽ വീണു പോകാൻ, സാമ്പത്തിക തകർന്നു പോകാൻ, ചതിക്കപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ഈ കരം ഉയർത്തി നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ച്, മക്കളുടെ ഐശ്വര്യം കാണാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മക്കളുടെ ഐശ്വര്യം കാണാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മക്കളുടെ ഐശ്വര്യം കാണാൻ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുഖം വാടിപ്പോകാൻ ഇടവരില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുഖം എവിടെയും താഴ്ന്നു പോകാൻ ഇടവരില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ശിരസ് എവിടെയും താണു പോകാൻ ഇടവരില്ല. ദൈവമാണ് എന്റെ കാവൽക്കാരൻ. സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ചിലർ ജീവിതത്തിൽ ഇവിടെ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സമയമായി എന്ന് പറയാനാ. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാ വീടുകളെ ഓർക്കുമ്പം നിങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും ഒരാപത്തും മാരക രോഗങ്ങളും ഒന്നും വരാതെ ഞങ്ങളുടെ ജീവനെ സൂക്ഷിക്കണമേ. നിങ്ങളുടെ വീട്ടിൽ വഴക്കുകൾ കുറഞ്ഞു വരട്ടെ. സമാധാനം, പരസ്പരമുള്ള മനസ്സിലാക്കൽ വർദ്ധിച്ചു വരട്ടെ. പ്രിയപ്പെട്ടവരെ, ചില ജീവിത പങ്കാളി പറയും, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ സ്നേഹമുണ്ട്, ആ വ്യക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. സ്നേഹമുണ്ടെന്ന് 1,000,000 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രകടിപ്പിക്കാനുള്ളൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്നേഹം അത് പ്രകടിപ്പിക്കേണ്ടവരോട് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. സ്നേഹം പ്രകടിപ്പിക്കണം. കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കട്ടെ. അയൽവാസികൾ നമ്മുടെ വീടിനെ നോക്കി ഒരിക്കലും പറയരുത്, ആ വീട്ടിലെന്നും വഴക്കാ, ഭയങ്കര പ്രശ്നമാണ്, കാർച്ചയും കൂച്ചയും ഒക്കെ കേൾക്കാം. നമ്മുടെ വീട്ടിലെ ഒരു പ്രതിസന്ധി വേറൊരാൾ കേൾക്കാതിരിക്കട്ടെ. അപ്പനും അമ്മയെന്ന നിലയിൽ മാതാപിതാക്കളുടെ വഴക്ക് കേട്ടിട്ട് മക്കൾ പറയരുത്, ഈ വീട്ടിൽ നിന്ന് എങ്ങനെയാലും ഇറങ്ങി ഓടാൻ തോന്നുവാ, എന്നും വഴക്കാണല്ലോ ഇവിടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ വഴക്കുകൾ നിങ്ങളുടെ മക്കൾ കാണാൻ കേൾക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു എന്തെന്നില്ലാത്തൊരു സ്നേഹം വർദ്ധിച്ചു വരട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചൊരു കാര്യം പറയുവാണ്. മാതാപിതാക്കളോട് പറയുക, മക്കളുടെ നന്മ കാണാൻ, ഐശ്വര്യം കാണാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കൊരു നല്ല ദൈവഭാഗ്യം കിട്ടട്ടെ. ഇതൊരു വലിയ ഭാഗ്യമല്ലേ? മക്കൾ എന്ത് ചെയ്യുന്നു? എൻ്റെ മകനാ ആ വീട് വെക്കുന്നത്, അത് ശരി. ആ വണ്ടിയെ പോയ ആളില്ലേ, അതെൻ്റെ മകനാ. ആ കച്ചവടം നടത്തുന്ന ആളില്ലേ, എൻ്റെ മകനാണ്. മക്കളുടെ ഐശ്വര്യം കാണാൻ അപ്പനമ്മമാർക്ക് ഭാഗ്യം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, മക്കൾ അവരുടെ ഐശ്വര്യം കാണാൻ, അവരുടെ നന്മ കാണാൻ, അവർ ഉയരങ്ങളിലെത്തുന്നത് കാണാൻ ഈ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ, ഐശ്വര്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. ഒരനുഗ്രഹത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മളെ
സഹായിക്കട്ടെ. ആമേൻ.